കേരള ക്രൈം ഫയൽസ് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു ചടങ്ങിൽ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാർക്കും അനിയന്മാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ അഹമ്മദ് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, വിനീത് ശ്രീനിവാസൻ കഴിഞ്ഞ ഒരു മെന്റൽ ലെവലിൽ വെച്ച് ഒരു വ്യക്തിയാണ്. അത് 15-13 വർഷം കഴിഞ്ഞാണ് അങ്ങനെ ഒരാളെ കാണുന്നത്. അത് വേറെ കൊണ്ടല്ല, ഇപ്പൊ കേരള ക്രൈംബ്രാഞ്ച് തൊട്ടുകൊണ്ടല്ല, ഇനിയിപ്പോ നാളെ ഞങ്ങൾ അസോസിയേറ്റ് ചെയ്തില്ലെങ്കിലും ഒരു നടനെ സംബന്ധിച്ച് ഇപ്പം അശോകേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് ഭയങ്കര ജെന്യുവനായിട്ട് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എനിക്ക് അത്രയും നാൾ അശോകേട്ടൻ തന്ന രമണന്റെ മുകളിൽ രമണൻ മാഞ്ഞു പോയി എൻ്റെ മനസ്സിൽ നിന്ന്. അത് എളുപ്പമല്ല, അതങ്ങനത്തെ ഒരു കഥാപാത്രം നടന്ന് കിട്ടുക എന്നുള്ളത് ഭാഗ്യം വേണം. അത് മനസ്സിലാക്കുന്ന ഒരു സംവിധായകൻ അതിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇത് രണ്ടും സംഭവിച്ചത് എനിക്ക് ഇതേപോലെ കേരള ക്രൈം ഫയൽസിലാണ്. നമ്മൾ ഈ അഹമ്മദിൻ്റെ ഒരു പറഞ്ഞ പോലെ ഓരോ നടന്മാരെയും ആ കഥാപാത്രം ബ്രീഫ് ചെയ്ത് കൊടുക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഒരു സ്കിൽ സെറ്റ് ഉണ്ട്. ഇപ്പൊ ജൂണാണെങ്കിൽ പ്രത്യേകിച്ച് പുതിയ ഏത് നടനെയും ഗ്രൂം ചെയ്യുന്നതിൽ കഴിവുള്ള ആളാണ്. ജൂൺ കാണുമ്പം രജീഷ അന്നും സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. പക്ഷെ എന്നാലും സർജാനോ പുതിയ സിനിമയാണ്, ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ജോജുവേട്ടൻ്റെ അച്ഛൻ ക്യാരക്ടർ കഴിഞ്ഞ അടുത്ത് വരുമ്പോൾ മധുരം വരുമ്പോൾ ആ ബസ് മറ്റേ ആ 3 പേര് ഇന്ദ്രൻ ചേട്ടൻ ജോജുവേട്ടനൊക്കെ ഇരിക്കുന്ന സീൻ, അതായത് നടന്മാരെ പെർഫോം ചെയ്യിക്കാൻ പുള്ളിക്കുള്ള ഒരു താല്പര്യം തന്നെയാണ് കേരള ക്രൈം ഫയൽസ് 1-ലും ഇതിലുമൊക്കെ. ഒരു വേഷം ഒരു ഷോട്ടിന് ചെയ്തിട്ട് പോകുന്നവരും നമ്മൾ വിചാരിക്കും ഇവരെങ്ങനെയാണ് ഇത്ര നന്നായി അഭിനയിക്കുന്നത്. അത് പുള്ളിയുടെ താല്പര്യമാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ക്രാഫ്റ്റിനോട് ഡയറക്ടറിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളൊന്ന് കഥാപ്രശ്നോടൊപ്പം തന്നെ ഒരെണ്ണമാണ് അദ്ദേഹത്തിന്റെ മെയിൻ ടൂളായ നടീതനന്മാരെ പെർഫോം ചെയ്യിപ്പിക്കുന്നത്. അതില് ഞാൻ ഈ അടുത്ത് വർക്ക് ചെയ്യുന്നതിൽ ഏറ്റവും എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ് തന്നെ, പക്ഷെ ഇത്രയും ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല അടുത്തൊന്നും. രണ്ട്, നമുക്ക് അത് ക്ഷമയോടെ പറഞ്ഞു തരിക എന്നുള്ളത് എഗെയിൻ സംവിധായകർക്ക് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ KSRTC സ്റ്റാൻഡിൽ നിന്ന് KCF-ന്റെ ഷോട്ട് എടുക്കുമ്പം രാത്രി 2 മണിക്ക് 20 ടേക്ക് ആയപ്പോഴാണ് ഓക്കെ വിളിച്ചത്. പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് അടിയറവ് പറഞ്ഞിട്ടാ വന്നത്, എത്ര വിളിച്ചാലും റെഡി ആയിട്ട് നിന്ന് അഭിനയിക്കുന്നത്. 20 എന്തോ ഓക്കെ ആയപ്പോൾ ചുറ്റും നിൽക്കുന്ന മദ്യപിച്ച ആൾക്കാരുടെ മുന്നിൽ നാണം കെടാതിരിക്കാൻ ഞാനൊരു 1 more വിളിച്ചു. അപ്പൊ അവരായിരിക്കും ഞങ്ങൾ തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ ഇരുന്നത്. അപ്പൊ അത് ഈ KCF-ൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ അവിടുത്തെ കുറച്ച് കുട്ടികളുടെ ഒരു ഗ്രൂമിങ് കാരണമാണ് ഇൻഫാക്ട് മനോജിനെ എനിക്ക് അഹമ്മദ് പറഞ്ഞ രീതിയിൽ കാണാൻ പറ്റിയത്. SI മനോജായി വന്നു, തിരിച്ച് CA മനോജായി വന്നു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആക്ടേഴ്സിലൊരാളെ അർജുൻ രാധാകൃഷ്ണനോടൊപ്പം സീൻസ് ചെയ്യാൻ പറ്റി. അത് ഞാൻ അർജുൻ ഇപ്പോൾ എല്ലാവരും വേഗം പടം കണ്ടിട്ടോ അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട് കണ്ടിട്ടല്ല ഞാൻ അർജുൻ്റെ ഫാനായ അബ്ദുൽ കലാമായിട്ട് അഭിനയിച്ച അർജുനെ കണ്ടിട്ടാണ് റോക്കറ്റ് ബോയ്സിൽ. ഈസ് അമേസിങ് ഒരു ടാലന്റ് ആണ് പുള്ളി. KCF-ന്റെ മുഖമായി വരുന്നതിന്റെ എക്സൈറ്റ്മെന്റ് നമ്മൾ തന്നെ പലവട്ടം ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട KCF 2-ല് ബാഹുൽ എന്ന് പറഞ്ഞ ഒരു റൈറ്ററിന്റെ എത്രയും അയ്യപ്പനും അമ്പിളി രാജുവും കടി ഇങ്ങനെ ആക്കുമ്പോൾ ഇവിടെ ഒരു മസിലൊക്കെ വന്നിട്ടുണ്ട്. ആ മസിലൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, ഇതിലെ കണ്ടത്. അതിന്റെ അർത്ഥങ്ങൾ ഭയങ്കരമായിരുന്നു സ്ക്രീനിൽ കണ്ടപ്പോൾ. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ആ 3 എൻ്റെ മനസ്സിലെ ഏറ്റവും, നമുക്കൊരു സ്പിൻ ഓഫ് എന്നൊക്കെ പ്രേക്ഷകർ പറഞ്ഞ് കണ്ടു നമ്മളല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ക്ലൈമാക്സിൽ വന്ന് നമ്മളുടെ സിറാജ് ഏറ്റവും വലിയൊരു പെർഫോമൻസ്. അത് വരെ നമുക്കങ്ങനെ ഇട്ടിട്ട് പോയി അവസാനം ഒരു ആ ചേട്ടൻ്റെ മുന്നിൽ നിന്ന് താങ്കൾ പറയുന്ന ഒരു ഷോട്ട് അച്ഛൻ്റെ കുറിച്ച്, അവിടെ നമ്മൾ ഞാനൊരു ആനിമൽ ലവർ അല്ല എന്നുവെച്ചാൽ ഹേറ്റർ അല്ല, പക്ഷെ ആനിമൽ ലവർ അല്ല, പക്ഷെ ആ എനിക്ക് പോലും ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു പെർഫോമൻസ് മനസ്സുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്കൊരു ഇമ്പാക്ട് എന്താ പറയുക, ഒരു മനസ്സിനൊരു
വേദന ഉണ്ടാക്കിയാൽ ഈ കേസ് കള്ളി താങ്കളാണ് മര്യാദക്കാരനെ പറഞ്ഞിരുന്നെങ്കിൽ. സോ അങ്ങനെ ഓരോരുത്തരും പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഓരോ സ്ഥലങ്ങളിലും നമുക്ക് പ്രത്യേകിച്ച് നേരത്തെ പാട്ട മനസ്സിൽ വരുന്നത്. അപ്പൊ ജിയോ ചേട്ടൻ എഗെയിൻ ഞാൻ ജിയോ ചേട്ടൻ്റെ പറയാൻ കാര്യം പുള്ളിയുടെ ഒരു സ്ലാങ്ങും രീതിയും വെച്ച് ഈ കഥാപാത്രം നമ്മൾ ഓർക്കും.